നമസ്കാരം പ്രിയമിത്രങ്ങളെ, ഞാൻ ഇപ്പോൾ ഇന്നൊരു പത്രവാർത്തയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പത്രവാർത്ത ഇങ്ങനെയാണ്: മുൻഗണന വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിച്ചാൽ വലിയ പിഴ. സർക്കാർ ഇപ്പോൾ പറയുന്ന അവരുടെ പ്രഖ്യാപനമാണ്. സർക്കാർ മുൻഗണന വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പിഴ. ശരി, സപ്പോസ് അതൊക്കെ പോട്ടെ. റേഷൻ വീതത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ റേഷനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ആദ്യം എൻ്റെ ചോദ്യം അതാണ്. അതെല്ലാം പോട്ടെ, ഇപ്പോൾ മത്സ്യ തൊഴിലാളികളൊക്കെ വളരെ ദയനീയമായി കഷ്ടതയിൽ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. മണ്ണെണ്ണ എന്ന് പറയുന്ന ഇത് നമ്മുടെ റേഷൻ കാർഡിന് ആനുകൂല്യത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനമാണ്, നിത്യോപയോഗ സാധനമാണ്. നിത്യോപയോഗ സാധനം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു സാധാരണക്കാരനാണ്. സാധാരണ കൂലിപ്പേല ചെയ്തും അല്ലാതെ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, കുറച്ച് കാലമായി. അതൊക്കെ പോട്ടെ. പിന്നെ ഇപ്പോൾ റേഷൻ കിട്ടാൻ്റെ ഏറ്റവും കൂടുതലും ഈ മണ്ണെണ്ണയുടെ ആവശ്യം ഉപയോഗപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ്. ഞാൻ അത്യാവശ്യം എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയൊക്കെ ഞാൻ മത്സ്യ വാങ്ങാനും അവിടെയൊക്കെ പോയി തങ്ങി നിന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ വരുന്ന ഒരു ഇതിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അവിടെ തങ്ങി ഇവിടെ 10 മണിക്കൊക്കെ പോയിട്ട് നമ്മൾ വെളുപ്പിനെ മീൻ വരുന്നതനുസരിച്ച് നമ്മൾ വെളുപ്പിന് ചിലപ്പോൾ 2 മണിക്ക് വരും, ചിലപ്പോൾ 5 മണിക്ക് വരും. അതങ്ങനെ ഞാൻ ഇപ്പോൾ അവരുടെ കാര്യമാണ് പറയുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ മണ്ണെണ്ണ ആവശ്യമുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ഈ ആദിവാസി മേഖലകളിൽ ഒക്കെ അവർക്ക് മണ്ണെണ്ണയുടെയൊക്കെ ആവശ്യങ്ങളുണ്ട്. അത് അങ്ങനെയുള്ളവർക്ക് മണ്ണെണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 6 മാസമായിട്ട് നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നില്ല. മുന്നേ കാലങ്ങളിലൊക്കെ നമുക്ക് വെള്ള മണ്ണെണ്ണയും ഉണ്ടായിരുന്നു. അറിയാമെന്നുള്ളവർക്ക് അറിയാമോ പഴയ കാലത്തെ ഒരു കാര്യം? വെള്ള മണ്ണെണ്ണ ഉണ്ടായിരുന്നു. അത് കൊടുക്കാൻ വെള്ള മണ്ണെണ്ണ ക്യാൻസൽ ചെയ്തു. അത് പൈസ എന്തോ കൂട്ടിയതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് എൻ്റെ ഒരു ഓർമ്മ. അതൊന്ന് ഇതാക്കി, എന്ന് വെച്ചാൽ അത് ക്യാൻസൽ ചെയ്തിട്ട് സാധാ മണ്ണെണ്ണയാക്കി. അത് മാസം 1 ലിറ്റർ 1 ലിറ്റർ മണ്ണെണ്ണയെ 1/2 ലിറ്റർ മണ്ണെണ്ണയാക്കി. 1/2 ലിറ്റർ മണ്ണെണ്ണയെ പിന്നെ 2 മാസത്തിലൊരിക്കൽ അടുത്ത സർക്കാർ അറിയിപ്പാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മാസമാക്കി. 3 മാസത്തിലൊരിക്കൽ 1/2 ലിറ്റർ മണ്ണെണ്ണയാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മത്സ്യമേഖലകൾക്ക് അവർക്ക് ആളൊന്നിന് ഇത്ര ലിറ്റർ മണ്ണെണ്ണ വെച്ചെന്നാണ് എൻ്റെ കണക്ക്. അങ്ങനെയാണ് മത്സ്യമേഖലയിൽപ്പെട്ടവർക്ക്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് നിത്യോപയോഗമായ സാധനമായിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. അവരുടെ ജീവിതമാർഗവും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഇതുണ്ട്. എൻ്റെ ഒരു വർഷത്തിന് മുന്നേ ഉള്ള ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ മീൻ എടുക്കാനും മേടിക്കാനും കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചപ്പോഴത്തേക്കും അവിടെ അവർ മേടിക്കുന്നത് 210 രൂപയ്ക്കാണ് 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക്. ഇപ്പോഴും കിട്ടും. ഇല്ലെന്ന് എൻ്റെ മത്സ്യത്തൊഴിലാളികളായ എൻ്റെ സഹോദരങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴും കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതൊന്നും വേണ്ട. അതിപ്പോൾ നമ്മുടെ സാധാരണ മത്സ്യമേഖലയിൽപ്പെട്ടവർക്ക് നിങ്ങൾ ഈ മണ്ണെണ്ണ നമുക്ക് കിട്ടാൻ ദൗർലഭ്യമായതുകൊണ്ടാവാം എന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ എനിക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ ഈ മണ്ണെണ്ണ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മത്സ്യമേഖലയിൽപ്പെട്ടവർക്ക് നിശ്ചിതമായി നിങ്ങൾ കൊടുക്കുന്ന അളവിലുള്ള യൂണിറ്റ് കണക്കാക്കി നിങ്ങൾ ഇത് കൊടുക്കുക. എന്ത് കൊടുക്കണം? ഡീസൽ കൊടുക്കുക. അവരവരുടേതായിട്ടുള്ള ജീവിതമാർഗ്ഗം അതുവഴി നോക്കുന്നുണ്ട്. അവർക്ക് ഡീസൽ ഇതിന് പകരം എഞ്ചിൻ മാറ്റിയ എഞ്ചിന് ഇത് ചെയ്താൽ മതിയാവും. അത് കൊടുത്ത് ഡീസലാക്കും. നിങ്ങൾ ഈ മത്സ്യമേഖലയിൽപ്പെട്ടവർക്ക് മാത്രം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അളവിലുള്ള നിങ്ങൾ അതേപോലുള്ള പിന്നെ ഡീസൽ കൊടുക്കും. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ 600 ലിറ്റർ, അത് 500 ലിറ്റർ നമുക്ക് സബ്സിഡിയിലുള്ളതുണ്ട് റേഷനിങ്ങിൻ്റെ. അത് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും നിങ്ങൾ ചെയ്യുക. പിന്നെ മന്ത്രി GR അനിൽകുമാർ സാറിനോട് ഞാൻ പറയാം. ഞാൻ നടുക്കാടാണ് താമസിക്കുന്നത്. സാറിന് അറിയാവുന്നുള്ള ഇതാണ്, വാറുവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ രാകേഷ് മെമ്പറാണ്, രാകേഷ് പ്രസിഡൻ്റാണ്. പള്ളിച്ചൽ പഞ്ചായത്തിലെ രാകേഷ് പ്രസിഡൻ്റാണ് എൻ്റെ വാർഡിലെ മെമ്പർ.
അപ്പോൾ ഇത്രയും ഞാൻ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ശരി, നന്ദി, നമസ്കാരം.